37 വർഷങ്ങൾക്ക് മുമ്പാണ് കൊല്ലം ജില്ലയിലെ പെരുമൺ റെയിൽവേ പാലം ഒരു ദുരന്തത്തിന്റെ രൂപത്തിൽ ലോകശ്രദ്ധ നേടുന്നത്. 1988 ജൂലൈ 8 തീയതി ബാംഗ്ലൂരിൽ നിന്നും പതിവ് പോലെ കന്യാകുമാരിയിലേക്ക് തിരിച്ച ഐലാൻഡ് എക്സ്പ്രസ് അഷ്ടമുടി കായലിന് കുറുകെയുള്ള പെരുമൺ പാലത്തിലേക്ക് കടക്കുമ്പോൾ സമയം അർദ്ധരാത്രി 12:56 ആയിരുന്നു. പെട്ടെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് ഐലാൻഡ് എക്സ്പ്രസിന്റെ 10 ബോഗികൾ അതിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളുമായി അഷ്ടമുടി കായലിലേക്ക് മറിയുകയായിരുന്നു. യാത്രക്കാരും രക്ഷാപ്രവർത്തകരുമടക്കം 105 പേരുടെ ജീവനാണ് ആ രാത്രി നഷ്ടപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പിന്നാലെ ഈ ദുരന്ത കാരണം അന്വേഷിക്കാൻ 2 കമ്മീഷനുകളെയായിരുന്നു റെയിൽവേ നിയോഗിച്ചത്. അന്നത്തെ റെയിൽവേ സുരക്ഷാ കമ്മീഷണറായിരുന്ന സൂര്യനാരായണന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനായിരുന്നു ആദ്യം ഈ ദുരന്ത കാരണം അന്വേഷിച്ചത്. രണ്ടാമത് റിട്ടയേർഡ് എയർ മാർഷൽ CS നായിക്കും ഈ ദുരന്ത കാരണം അന്വേഷിച്ച് പെരുമണ്ണിലെത്തിയിരുന്നു. പക്ഷേ അന്തിമ റിപ്പോർട്ട് റെയിൽവേ ഇതുവരെ പുറത്തുവിട്ടില്ലെങ്കിലും ചുഴലിക്കാറ്റാണ് അപകട കാരണമെന്നായിരുന്നു റെയിൽവേയുടെ നിലപാട്. ഒരു ടൊർണാഡോ അവിടെ ആഞ്ഞടിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച വിവരാവകാശ രേഖകൾ റെയിൽവേ തള്ളിക്കളഞ്ഞു. രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്നായിരുന്നു റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ മറുപടി. അപ്പീലുകൾ പോയെങ്കിലും അതും റെയിൽവേ തള്ളുകയായിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകരെ പലപ്പോഴും മാപ്രകൾ എന്ന് വിളിച്ച് പരിഹസിക്കാറുണ്ട്. എന്നാൽ അക്കാലത്ത് 1988 അന്വേഷണ പത്രപ്രവർത്തനം എന്നൊരു ശാഖ ഉണ്ടായിരുന്നില്ല. വിവരാവകാശ നിയമം പോലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർബന്ധപൂർവ്വം വിവരങ്ങൾ തേടാനുള്ള നിയമങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ടൊർണാഡോ എന്ന ഊടായ്പ കഥകൾ റിപ്പോർട്ടായി കൊടുക്കാൻ റെയിൽവേ സുരക്ഷാ കമ്മീഷന് കഴിഞ്ഞത്. ഇന്നാണെങ്കിൽ അതിന്റെ പിന്നാലെ പോകാനും അപകട കാരണം കണ്ടെത്താനും ഒരുപാട് മാധ്യമ പ്രവർത്തകരും മറ്റുള്ള ആളുകളും ഉണ്ടാകുമായിരുന്നു. ഇത്ര വലിയ ദുരന്തത്തിന് ഇന്നുവരെ റെയിൽവേ അധികൃതർ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്നതും ആ അപകടം പോലെ തന്നെ ഒരു ദുരൂഹമായ കഥയാണ്. ഇനി വിവരാവകാശ നിയമം വെച്ച് ചോദിച്ചാലും ഈ ചുഴലിക്കാറ്റ് റിപ്പോർട്ട് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ മാത്രം ഉണ്ടായ ഒരു ചുഴലിക്കാറ്റ് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു നേരിയ ചലനം പോലും ഉണ്ടാക്കാതെ ഒരു പ്രത്യേകതരം ചുഴലിക്കാറ്റായിരുന്നു അത്. മറ്റൊരു സാധ്യത പറയുന്നത് ട്രാക്കിൽ ജോലി ചെയ്തിരുന്നവർ പാളം മാറ്റിവെച്ച് ഊണ് കഴിക്കാൻ പോയി എന്നാണ്. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ റോഡിൽ ഓടുന്നത് പോലെയല്ല തീവണ്ടികൾ ട്രാക്കിൽ ഓടുന്നത്. എഞ്ചിൻ ഡ്രൈവർക്ക് ട്രാക്കിൽ പണി നടക്കുന്നതിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായില്ല എന്നതും ദുരൂഹമാണ്. റെയിൽപാളങ്ങളിൽ പണി നടക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വിവരം അടുത്തുള്ള സ്റ്റേഷനുകളെയും സെക്ഷൻ കൺട്രോളിനെയും മുൻകൂറായി അറിയിക്കും. അതുപ്രകാരം എഞ്ചിൻ ഡ്രൈവർമാർക്ക് സ്റ്റേഷനിൽ നിന്ന് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കോഷൻ ഓർഡർ കൊടുക്കും. അത് വാക്കാൽ കൊടുക്കുന്നതല്ല, എഴുതിയാണ് കൊടുക്കുന്നത്. ഡ്രൈവർ ഒപ്പിട്ട് അത് കൈപ്പറ്റും. അതും കൂടാതെ പണിയെടുക്കുന്ന സ്ഥലത്തിന് വളരെ മുമ്പെയായി സ്പീഡ് കുറക്കാനുള്ള അല്ലെങ്കിൽ നിർത്താനുള്ള അപായ സൂചന ബോർഡുകൾ വച്ചിരിക്കും. ഇത്രയും ചട്ടങ്ങൾ ഉള്ളപ്പോൾ പാളം മാറ്റിവെച്ച് ഊണ് കഴിക്കാൻ പോയ ആ കഥയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്.